നമുക്ക് സെമി ടസറിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ്. 2390 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. അപ്പോൾ 2 ടൈപ്പിലുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഉടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടസർ സാരി ഉടുക്കുന്ന അതേ ലുക്കിൽ നിൽക്കുന്ന സാരീസാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു വൈൻ പർപ്പിൾ ഷെയ്ഡ്, അതേ ഇതാണ്. അതിനകത്ത് ഇതേപോലെയാണ് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. അതേ ഇതാണ് മെറ്റീരിയൽ. നമ്മുടെ ഒരു ടസർ ഫീൽഡ് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ വ്യൂ. ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ഉണ്ടോ, ഇതേപോലെ നമ്മുടെ ടസർ സാരി ഉടുക്കുന്ന അതേ ലുക്കിൽ നിൽക്കുന്ന സാരിയാണ്. ഇങ്ങനെയാണ് സാരിയുടെ വർക്ക് വന്നിരിക്കുന്നത്. 2 ബോർഡറിലും ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ബോഡിയിലും ഇതേപോലെ വർക്ക് വരും. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും ഈ ഒരു വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഹാഫായിട്ടാട്ടോ ഈ വർക്ക് വന്നിരിക്കുന്നത്. ഇതേപോലെയാണ് വന്നിരിക്കുന്നത്. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്കൊട്ടും ചൂടെടുക്കുന്ന മെറ്റീരിയലല്ല. ഇത് സാരി നമ്പർ 1, ഒരു വൈൻ പർപ്പിൾ ഷെയ്ഡ്. നല്ല സോഫ്റ്റാണ് ഉടുക്കാനായിട്ടും, ഉടുത്താൽ നല്ല കംഫർട്ടബിളായിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ്. സാരി നമ്പർ 1. അടുത്ത് വരുന്ന സാരി നമ്പർ 2. സാരി നമ്പർ 2 വരുമ്പോൾ ഇതൊക്കെ ഒരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡിലേക്ക് വരുന്ന സാരീസ്. ഇതിൻ്റെ ഇതുപോലെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. ഇതുണ്ട്, ഇതേപോലെ വർക്ക് വരും. സാരി നമ്പർ 2. സാരി നമ്പർ, അതിന് കളർ കാണിച്ചാലും മതി. സാരി നമ്പർ 3 ഒരു പേർപ്പിൾ ഷെയ്ഡ്, ലാവൻഡർ പേർപ്പിൾ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡ്. സാരി നമ്പർ 3. സാരി നമ്പർ 4. സാരി നമ്പർ 4 വരുമ്പോൾ ഇതേപോലെ ഒരു ഗ്രീൻ ഷെയ്ഡ്. സാരി നമ്പർ 4 ഗ്രീൻ. ഇതുണ്ട്, ഗ്രീൻ. അതിനകത്ത് ഈ ഒരു 1 ടോൺ നമുക്ക് വർക്കിൻ്റെ കളറ് ഡിഫറെൻ്റ് ആയിരിക്കും. സാരി നമ്പർ 4. സാരി നമ്പർ 5 വരുമ്പോൾ ഒരു ബേജ് ടോൺ. സാരി നമ്പർ 5 ബേജ് ടോൺ. ഇതിൻ്റെ വർക്കൊന്ന് ക്ലോസർ വ്യൂ കാണിച്ചോട്ടെ. അതിൻ്റെ ആ കളറ് സാരി നമ്പർ 5. ഇതാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത്. സാരി നമ്പർ 5. സാരി നമ്പർ 6 വരുമ്പോൾ നല്ലൊരു ഡാർക്ക് പേർപ്പിൾ ടോൺ. സാരി നമ്പർ 6 വരുമ്പോൾ ഡാർക്ക് പേർപ്പിൾ. സാരി നമ്പർ 6. സാരി നമ്പർ 7 വരുമ്പോൾ ലാവൻഡർ. അതിൻ്റെ വർക്ക് ഇത് ഡിഫറെൻ്റ് ആണ്. സാരി നമ്പർ 7 ഓൾ ഓവർ ദ ബോഡിയിൽ ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക്. സാരി നമ്പർ 7. ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് നമുക്ക് പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിൽ ഇതേപോലെ ഹാഫായിട്ടാണ് വർക്ക് വരുന്നത്. എല്ലാ സാരിയിലും വരുന്ന പോലെ തന്നെ. നല്ല ലൈറ്റ് വെയ്റ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു മെറ്റീരിയലാട്ടോ ഇത്. സാരി നമ്പർ 8 ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡ്. നമ്മുടെ ആ ഗ്രേപ്പിൻ്റെയൊക്കെ ഔട്ടർ സ്കിന്നില്ലേ, അതിനകത്ത് വരുന്ന പോലെയുള്ള ഷെയ്ഡ്. സാരി നമ്പർ 9 വരുമ്പോൾ നല്ലൊരു വൈൻ പേർപ്പിൾ ഷെയ്ഡ്. സാരി നമ്പർ 9 ഓൾ ഓവർ ദ ബോഡിയിൽ എംബ്രോയ്ഡറി വർക്ക്. സാരി നമ്പർ 10 കളർ ചാർട്ട് സെയിം തന്നെയാണ് കേട്ടോ, എംബ്രോയ്ഡറിയിലുള്ള വ്യത്യാസമാണ്. സാരി നമ്പർ 10 ഗ്രീൻ. സാരി നമ്പർ 11 ബേജ് ടോൺ. സാരി നമ്പർ 11 ബേജ്. നമ്മുടെ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന പ്യുവർ ടസറിലൊക്കെ വന്നിരിക്കുന്ന സാരീസ് ഉടുക്കണ പോലെ തന്നെ ഇരിക്കുമേ. ഇത് കണ്ടോ, അടുത്ത ഷെയ്ഡ് ഒരു ഡസ്റ്റി പിങ്ക് ഷെയ്ഡ്, ഒരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡിലേക്ക് വരും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ സെമി ടസറിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻ. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. താങ്ക്